കോഴിക്കോട് ഏറാമല ഗ്രാമപഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതിയുമായി LDF. ലീഗ് സ്ഥാനാർത്ഥി ഹസീന വീരോളി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച ഫോറം 2A ഡിക്ലറേഷൻ വ്യാജമായി നിർമ്മിച്ചതായാണ് പരാതി. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2025 നവംബർ 11 മുതൽ 25 വരെ വിദേശത്തായിരുന്ന ഹസീന നവംബർ 20 നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ 2A ഡിക്ലറേഷൻ ഫോം ഓർക്കാട്ടിൽ വെച്ച് ഒപ്പിട്ടു നൽകിയെന്നാണ് ബോധിപ്പിച്ചത്. നവംബർ 20 ഹസീന നാട്ടിലില്ലെന്ന് LDF നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാജ ഒപ്പ് ഉപയോഗിച്ചാണ് പത്രിക നൽകിയതെന്ന് RJD ഏറാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O മഹേഷ് കുമാർ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സ്ഥലത്തില്ലാത്ത സമയത്ത്, വിദേശത്തായിരുന്ന സമയത്താണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. 11-ാം തീയതി മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിയായി വന്ന ആൾ വിദേശത്താണ്. 14-ാം തീയതി വിതരണം ചെയ്ത അപേക്ഷയിൽ അതിനുശേഷം ഒപ്പിടാനുള്ള ഒരു സാധ്യതയില്ലാത്തതാണ് 20-ാം തീയതി അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. കളമായ രേഖകൾ നിർമ്മിച്ച് വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും UDF വഞ്ചിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നടപടിയെടുക്കാൻ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായി CPIM കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സനോജ് പറഞ്ഞു. വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഗ്രാമപഞ്ചായത്തിലെ വരണാധികാരിക്കും പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഏറാമല ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ബിന്ദു ചെറിയേരിയാണ് മത്സരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.